ഹലോ വെൽക്കം. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഈ വെയിറ്റേജ് ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കെമിസ്ട്രി ഏതാണ്ട് വെയിറ്റേജ് എല്ലാം സെയിം ആണെന്ന് നമ്മളെപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ എഫ് ആൻഡ് ഡി ബ്ലോക്ക് എലമെന്റ്സിനും എല്ലാത്തെയും പോലെ ഒരു 6-7 റേഞ്ചിലുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു സ്കോറിംഗ് ചാപ്റ്ററാണ്. മാത്രമല്ല എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ്. പഠിക്കാനും എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതും അടുത്തൊരു ചാപ്റ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഓർഗാനിക് കെമിസ്ട്രിയാണ് വരുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഒരു ഇനോർഗാനിക് കൂടി വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അതിൽ കുറേയൊക്കെ കാണാപ്പാടാക്കുന്നതാണ്. ലോജിക്കല്ലാതെ അതുപോലെ കണക്കുകൾ അങ്ങനത്തെ പഠിക്കല്ലാതെ കുറേയൊക്കെ റിയാക്ഷൻ എന്ന് പറയുന്നത് കാണാപ്പാടാക്കുന്നതാണ്. അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അപ്പോൾ കൂടുതലും ഇനോർഗാനിക് ചാപ്റ്റർ ഓർഗാനിക് പഠിക്കേണ്ടതല്ല, ഓർഗാനിക് പഠിക്കണം. പക്ഷെ അത് കൂടുതൽ ഇനോർഗാനിക് ആണെങ്കിൽ അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിലൊരു പ്രശ്നം വരാനില്ല. ഓക്കെ, ലാസ്റ്റ് ഒരു ബയോമോളിക്യൂൾസ് ഉണ്ട്. പിന്നെ അത് ഇനോർഗാനിക് ആണെങ്കിലും അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പം ഇനി വരുന്ന ഓർഗാനിക്കിൽ ശ്രദ്ധിക്കണം. പക്ഷെ ഇപ്പോൾ ഉള്ള ഇനോർഗാനിക് എങ്ങനെയാണോ പഠിക്കുന്നത് അത് കൂടുതൽ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി വെയിറ്റേജ് അനുസരിച്ചാണ് എല്ലാ ചാപ്റ്ററും പഠിക്കേണ്ടത്. അത് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇപ്പോൾ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സിന് വെയിറ്റേജ് കുറവായിരിക്കും. അതുപോലെ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സിന് വെയിറ്റേജ് കൂടുതലായിരിക്കും. പവർ കുറഞ്ഞ വണ്ടികൾക്ക് അല്പം പവർ കുറവായിരിക്കും, പവർ കൂടിയ വണ്ടികൾക്ക് അല്പം പവർ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് വരാം. ഓക്കെ, ദ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, ഇത് ചാപ്റ്റർ 4 അല്ലേ? 4 ആണ്. അത് പഴയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അത് നോക്കണ്ട. അപ്പോൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലേക്ക് വരികയാണെങ്കിൽ ദ എലമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ് 3 to 12 ഈസ് ദ പീരിയോഡിക് ടേബിൾ കോൺസ്റ്റിറ്റ്യൂട്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പീരിയോഡിക് ടേബിൾ എടുക്കുകയെന്ന് വിചാരിച്ചോ, അതിൽ ഈ ഒരു 3rd ഗ്രൂപ്പ് മുതൽ 12 ഗ്രൂപ്പ് വരെ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഈ ഒരു ചതുരം കണ്ടോ ഞാൻ കാണിക്കുന്നത്, നീലയും പിന്നെ ഈ ഒരു 2 സാധനം ഉണ്ട്, അത് ഞാൻ പറയാം. ഇത്രയും സംഭവമാണ് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ലാന്തരം ആക്ടിനോ ഉണ്ട്. അതിനെ സാധാരണ ഇവിടെയൊക്കെ എഴുതാറുണ്ട്, പക്ഷെ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. ഇത്തരം സംഭവത്തിനാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എസ് കഴിഞ്ഞിട്ട് ഡി സബ്ഷനിലായിരിക്കും അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻട്രി ചെയ്യുക. അതുകൊണ്ടാണ് ഇത് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സിൻ്റെ ആ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ, അതെന്തായാലും പഠിച്ചു വെക്കുക. ഇനി അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതാൻ കഴിയണം. ഓക്കെ, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദ ട്രാൻസിഷൻ എലമെന്റ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ, ഇത് ഡി ബ്ലോക്കിൻ്റെ അല്ല കേട്ടോ, ഇത് ട്രാൻസിഷൻ എലമെന്റ്സിൻ്റെ ഡി ബ്ലോക്കിനേക്കാളും കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു സംഭവം. കാരണം ഇത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാവും. ട്രാൻസിഷൻ എലമെന്റ്സ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അങ്ങനെയല്ല, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് മേ ബി ഡിഫൈൻഡ് ആസ് ദ എലമെന്റ്സ് വിച്ച് ഹാവ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ദ ട്രാൻസിഷൻ എലമെന്റ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ എലമെന്റ്സ് വിച്ച് ഹാവ് പാർഷ്യലി ഫിൽഡ് ഓർബിറ്റൽസ് ഇൻ ദ പാർഷ്യലി ഫിൽഡ് അതിന് ഓർബിറ്റൽസ് ഇൻ ദ ഡി സബ്ഷെൽ, അങ്ങനെ പറയാം. ഓക്കെ, അതായത് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഡി സബ്ഷെല്ലിൽ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അതിൻ്റെ ഒരു റീസൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ അല്ല, സിങ്ക്, കാഡ്മിയം, മെർക്കുറി അങ്ങനത്തെ സംഭവത്തിനൊന്നും നോട്ട് കൺസിഡർഡ് ആസ് ദ ട്രാൻസിഷൻ എലമെന്റ്സ്. കാരണം എന്താന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, വൈ എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതാൻ കഴിയണം. ബിക്കോസ് ദേ ഡസ് നോട്ട് ഹാവ് കണ്ടെയ്ൻസ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. എന്ന് വെച്ചാൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ സിങ്ക്, കാഡ്മിയം, മെർക്കുറി, കോപ്പർനീഷ്യസ് എന്ന് പറഞ്ഞ ഈ സംഭവമൊക്കെ ഈ 12th വരുന്ന സംഭവമാണ്. പോയി അവർക്കൊക്കെ എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോണിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ഒന്നിലും പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ടാവില്ല. എപ്പോഴും 10 ഇലക്ട്രോൺസ് നിറഞ്ഞിരിക്കും, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അതെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് ആയിട്ട് കൂട്ടലില്ല. ശരി, ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ട്രാൻസിഷൻ മെറ്റൽസ് പല സീരീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് 4 സീരീസ് കാണാൻ കഴിയും. ഈ ഓരോ വരിയാട്ടോ ഓരോ സീരീസ്. ഇത് 3D സീരീസ് എന്ന് പറയും. ഓക്കെ, ഇത് അപ്പോൾ എന്തായിരിക്കും 4D സീരീസ്, പിന്നെ 5D സീരീസ്, 6D സീരീസ്. ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഫസ്റ്റത്തെ ഈ ഒരു 3D സീരീസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ഓരോ എലമെന്റ്സും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇതിനുള്ള ഷോർട്ട് കട്ട് നമ്മൾ പണ്ടോട്ടേ കേൾക്കുന്നത് മറ്റേ ഒരു സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കൂസ് എന്നുള്ള ആ ഷോർട്ട് കട്ടില്ലേ, അത് ഞാൻ എഴുതരാം. അപ്പോൾ അത് പഠിക്കുക. എന്നിട്ട് ഓരോ അതിൻ്റെ ഓർഡറിൽ അങ്ങ് പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആറ്റോമിക് നമ്പറും പഠിക്കാൻ എളുപ്പമായിരിക്കും. സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കൂസ്. ഇനി ഇതിൻ്റെയൊക്കെ ആറ്റോമിക് നമ്പർ പഠിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. എന്ന് വെച്ചാൽ ആദ്യം എഴുതുന്നത് 21 തൊട്ട് ആണ് എന്നങ്ങ് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ അങ്ങ് കിട്ടിക്കോളും. ആദ്യത്തെ 21, പിന്നത്തെ എന്തായിരിക്കും 22 ആയിരിക്കും, സംശയമില്ല. പിന്നെ 23. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത 24, 25 അങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എത്തുമ്പോൾ 30 എത്തിക്കോളൂ. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടല്ലോ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അത് ലാസ്റ്റത്തെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതിൽ തന്നെ എഴുതാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ ഷോർട്ട് കട്ട് കാണിച്ചു തരാം. 4s 3D എഴുതുക. അതിന് മുമ്പ് പലതും ഉണ്ടാവും, ഒന്നും നോക്കണ്ട. 4s 3D എഴുതുക. എന്നിട്ട് ഇതിപ്പോൾ 21 അല്ലേ, അപ്പോൾ ഇവിടെ 2, സോറി ഇവിടെ 2, ഇവിടെ 1 കഴിഞ്ഞു 21. അപ്പോൾ 4s 2 3D 1.
എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് എഴുതാൻ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. അടുത്ത് എന്തായിരിക്കും? 2 2 ആ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് 2, ഇത് 2, ഇതും 2. 4s2 3d2. എളുപ്പമല്ലേ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ വി ഫോർ വനേഡിയത്തിന് 2 3, 4s2 3d3 വരും. പക്ഷേ അടുത്തതിൽ മാത്രം നമ്മൾ വിചാരിക്കും അത് 2 വരും 4 വരും എന്നാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസം. ഇവിടെ നിന്നുള്ള 2 എന്ന് ഒരെണ്ണം പോയിട്ട് ഇവിടെ 5 ആകും, പിന്നെ ഇവിടെ 1 ആകും. അതായത് ഇവിടെ 2 4 ആയിരുന്നു വരേണ്ടതെന്ന്, ഒന്ന് അങ്ങോട്ട് ചാടി 1 5 ആകും. നമ്മൾ പണ്ട് SLC തൊട്ടേ പഠിക്കുന്ന ഒരു പരിപാടിയാണ്. അത് സ്റ്റെബിലിറ്റി കൂടുതൽ കാരണം അങ്ങോട്ട് മാറും. ക്രോമിയവും കോപ്പറും അങ്ങനെ തന്നെയാണ്. നമുക്ക് അതിലേക്ക് വരാം. തൊട്ടടുത്തതിലൊന്നും കുഴപ്പമുണ്ടോ? ഇല്ല. ഇത് രണ്ടിനും മാത്രമേ പ്രശ്നമുള്ളൂ. മാംഗനീസിനെ നോക്കിക്കഴിഞ്ഞാൽ 4s2 3d5 തന്നെയാണ്. അടുത്ത 4s2 3d6 തന്നെ വരും. നിക്കൽ വരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ തന്നെ പോയി, അതേ പാറ്റേണിൽ പോയി. പക്ഷേ അതിൻ്റെ കോപ്പർ എത്തിയപ്പോൾ അവിടെ നമ്മൾ വിചാരിക്കും 2 9 ആണ്. പക്ഷേ ഒരെണ്ണം അങ്ങോട്ട് ചാടി നേരത്തെ പോലെ ഇവിടെ 1 10 ആവും. ഓക്കെ, കൂടുതൽ സ്റ്റെബിലിറ്റി കാരണം മാത്രം. അങ്ങനെ ഇവിടെ എന്താ സ്ഥിതി? ഇവിടെ 30 ആണ്. നമ്മൾ 3 0 ഒന്നും എഴുതി വെക്കരുത്. എസ്സിലൊന്നും 3 ഒന്നും പോലെ, ആകെ 2 പോവുള്ളൂ. അപ്പോൾ 4s ഇപ്പോൾ 2 തന്നെ, ഇതിൽ 10 പോകും. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം ഇവിടെ 1 ഇവിടെ 2. ഒരേ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ വരുന്ന 2 നോർമൽ കേസിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത് പഠിച്ചു വെക്കുക. ആകെ ഇവിടെ ഒരു വ്യത്യാസം വരുന്ന 2 ആൾക്കാരേ ഉള്ളൂ. ആരൊക്കെ? അത് ക്രോമിയവും പിന്നെ കോപ്പറും. അത് മാത്രം ഇങ്ങനെ പഠിച്ചു വെക്കുക. ബാക്കിയെല്ലാം ഇത് നമ്പർ എങ്ങനെയാണ് എഴുതുക അതുപോലെ എഴുതുക. അതെന്താ അതിൻ്റെ എഴുതിയുള്ള ഗുണം എന്ന് വെച്ചാൽ അത് ഭാവിയിൽ വരുന്നുണ്ട്. ഭാവിയിലല്ല, തൊട്ടടുത്ത് നമ്മൾ കുറേ ചോദ്യത്തിൽ ആ ഒറ്റ കാരണം കൊണ്ട് സോൾവ് ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്ക് കാണും. നോക്കിക്കോ, ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടുകൾ അതുപോലെ ഈ ഒരു ക്ലാസ്, ഇനി വരാൻ പോകുന്ന ക്ലാസ്, കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കി എല്ലാ സംഭവം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുക. അടുത്തതെന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻറ്റുകളിൽ ഒന്നായിട്ടുള്ള ഒരു സംഭവമാണ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതായിരിക്കും വരാൻ പോകുന്നത്. പേപ്പറിൽ എന്തെങ്കിലും ഉണ്ടാവും. ഈ കുറേ പോയിന്റുകളുണ്ടല്ലോ, അത് ഏതെങ്കിലും ഒന്ന് തന്നിട്ട് പറയും ഇതിനുള്ള കാരണം എന്ത്. ഓക്കെ, അങ്ങനത്തെ കാര്യം തരും. അല്ലെങ്കിൽ 2 3 ജനറൽ പ്രോപ്പർട്ടീസ് ഏതാണെന്ന് എഴുതാൻ തന്നെ വരും. ഓക്കെ, അതിൽ ഓരോന്നിലേക്ക് നമുക്ക് പോകാം. ആദ്യം എന്ന് പറയുന്നത് മെറ്റാലിക് ക്യാരക്ടേഴ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ 3D സീരീസ് എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള ഭൂരിഭാഗം സംഭവം, ഭൂരിഭാഗമല്ല എല്ലാ സാധനം തന്നെ മെറ്റൽ തന്നെയാണ്. പിന്നെ ഇതിലുള്ള ഇങ്ങോട്ട് മെർക്കുറി ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇത് ലിക്വിഡ് അവസ്ഥയിലുള്ള, മെർക്കുറി എന്നൊക്കെ പറയുന്നത് ലിക്വിഡ് അവസ്ഥയിലുള്ള മെറ്റൽ തന്നെയാണ്. ഇപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ട്രാൻസിഷൻ എലമെന്റ്സ് ആർ മെറ്റൽസ് ഡ്യൂ ടു ലോ അയോണൈസേഷൻ എനർജി. അതായത് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ അതിൻ്റെ കാരണം കൂടി പഠിക്കുക. കാരണം എന്താ കാരണം എന്ന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ കാരണം എഴുതാൻ കഴിയണം. ഓക്കെ, തിരിഞ്ഞില്ലേ? ഇനി അത് ഒറ്റ പോയിൻ്റൊക്കെ മതി. 1 2 പോയിന്റുകൾ അതിലുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പഠിച്ചിട്ട് അറിയാവുന്ന രീതിയിൽ നമ്മുടേതായ രീതിയിൽ എഴുതി വെക്കുക. ഇനി മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആർ വെരി ഹൈ ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിൽ കൂടും, അതുപോലെ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം കാണിക്കും. അത് പഠിച്ചു വെക്കുക. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് മെറ്റാലിക് ബോൺസ് ബിറ്റ്വീൻ ദ ആറ്റംസ് ആൻഡ് എലമെന്റ്സ്. അതായത് മെറ്റാലിക് ബോണ്ട് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടണമല്ലോ. അതുകൊണ്ടാണ് അത്രയും ഹൈ ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നത്. ശരി, അത് പഠിച്ചു വെക്കുക. ഇനി അടുത്തതിലേക്ക് പോകാം. അയോണൈസേഷൻ എൻതാൽപ്പീസ്. അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ് വിത്ത് കമ്പനീസ് ദ ഫില്ലിംഗ് ഓഫ് ഇന്നർ ഡി ഓർബിറ്റൽസ്. ഡി ഓർബിറ്റൽസ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുന്നതിനനുസരിച്ച് ചാർജ് കൂടുന്നതാണ് പറയുന്നത്, ന്യൂക്ലിയർ ചാർജ്. അത് കാരണം കൊണ്ട് ഇൻക്രീസിങ് അയോണൈസേഷൻ എനർജി അലോങ് ദ സീരീസിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അയോണൈസേഷൻ എനർജി കൂടി വരും. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അയോണൈസേഷൻ എനർജി കൂടി വരും, ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജ് കാരണം. ശരി, ഇനി 4ാമത്തെ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് മോസ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ എലമെന്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അതങ്ങനെ തന്നെ ചോദിക്കും, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, കാരണം എന്ത്? അപ്പോൾ ദിസ് ഈസ് ഡ്യൂ ടു ദ പാർട്ടിസിപ്പേഷൻ ഓഫ് n-1 d ഇലക്ട്രോൺസ്. അങ്ങനെ തന്നെ പഠിച്ചോ, നമ്പർ ഒന്നും നോക്കണ്ട. n-1 d ഇലക്ട്രോൺസ് ഇൻ അഡീഷൻ ടു ദ ഔട്ടർ ns, അത് പഠിക്കണ്ട, ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. n-1 d ഇലക്ട്രോൺസിൻ്റെ പാർട്ടിസിപ്പേഷൻ കാരണമാണ് അവിടെ അങ്ങനത്തെ ഒരു വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കാരണം. യെസ്, അടുത്തതിലേക്ക് വരാം. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ നിങ്ങൾ മാംഗനീസിൻ്റെ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. എന്താണെന്ന് വെച്ചാൽ മാംഗനീസ് ആണ് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 തൊട്ട് +7 വരെയുള്ള എല്ലാ സംഭവവും ഈ മാംഗനീസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. പിന്നെ ആറ്റോമിക് റേഡിയൻ അയോണിക് റേഡി എന്ന് പറയുന്നത്, ആറ്റോമിക് റേഡിയൻ അയോണിക് റേഡി മെറ്റൽസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസിങ് ആറ്റോമിക് നമ്പർ. അതുപോലെ ഇത് സംഭവത്തിൻ്റെ സൈസ് താഴോട്ട് പോകുന്നവർ കൂടി വരും. അത് പഠിക്കണ്ട, ഇപ്പോൾ സീരീസിൽ പോകുന്നത് മാത്രം പഠിച്ചാൽ മതി. അത് ഞാൻ ക്ലിയർ ആക്കി തരാം, ഇപ്പോൾ ക്ലിയർ ആക്കി തരാം. ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് പറയുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നതിനനുസരിച്ച് സൈസ് കുറഞ്ഞു വരുന്നു. അത് സ്കാൻഡിയത്തിനായിരിക്കും മാക്സിമം സൈസ് ഉണ്ടാവും. കുറഞ്ഞു ഇവിടെ എത്തുമ്പോൾ വളരെ കുറവും. കാരണം ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ അതുപോലെ ന്യൂക്ലിയർ ചാർജൊക്കെ കൂടുന്നതുകൊണ്ട് കൂടുതൽ സൈസ് ചെറുതാവുക ചെയ്യുക. താഴോട്ട് പോകുമ്പോൾ വലുതാവുക ചെയ്യുക, ഇങ്ങോട്ട് പോകുമ്പോൾ ചെറുതാവുക ചെയ്യുക. അപ്പോൾ താഴോട്ട് പോകുന്ന വലുതായില്ലെന്ന് പഠിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് പോകുമ്പോൾ ചെറുതാവാന്ന് പഠിക്കുക. അയോണിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം മൂവിങ് ലെഫ്റ്റ് ടു റൈറ്റ്, അങ്ങനെ പഠിക്കുക. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. അതിലേക്ക് വരാം. കാറ്റലിറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിന് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയും.
കാറ്റലിസ്റ്റ് എന്ന് പറയാൻ അറിയാമല്ലോ, ഉൽപ്രേരകങ്ങൾ. ഒരു റിയാക്ഷനിൽ ഡയറക്റ്റ്ലി അതിൽ ഇടപെടാതെ പക്ഷേ അതിൻ്റെ സ്പീഡ് കൂട്ടുക. ഓക്കെ, റിയാക്ഷന് കെമിക്കൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കാത്ത സംഭവമാണ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അത് എന്താണെന്ന് വെച്ചാൽ ചില അയോൺസിന് കളർ ഉണ്ടാവും, ചിലതിന് കളർ ഉണ്ടാവില്ല. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് മോസ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ മെറ്റൽസ് അയോൺസ് ആർ കളേർഡ് ഡ്യൂ ടു ഡി ട്രാൻസിഷൻ ഓഫ് ഡി ഇലക്ട്രോൺസ്. യെസ്, അപ്പോൾ അങ്ങനെ ഡി ട്രാൻസിഷൻ കാരണം അതിന് കളർ ഉണ്ടാവും. ഇനി പിന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് വരും. ചിലപ്പോൾ ഇതിന് ഏതിനൊക്കെ കളർ ഉണ്ട്, ഏതിന് കളർ ഇല്ല എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ കണ്ടുപിടിക്കാനൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ അതിലേക്ക് വരാം. അതിന് നമ്മൾ ആദ്യം ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത് ബ്ലോക്ക് തിരിച്ചെഴുതാൻ നമുക്ക് അറിയണം. അത് ഞാൻ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, എന്നാൽ അടുത്തതിലേക്ക് കിടക്കാം. ഇനി എന്താ പറയുന്നത്, അതതിൻ്റെ കാരണങ്ങൾ പറഞ്ഞുതരാം. അതിൽ കൂടുതലായിട്ട് അതിൽ ചിന്തിക്കേണ്ട. പിന്നെ ഇതാ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് അടുത്ത കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിന് അതിനെ പറ്റിയാണ്. അപ്പോൾ കോംപ്ലക്സ് കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന പരമാവധി ഉണ്ടാക്കാനുള്ള സാധ്യത ആർക്കുണ്ട്? ഡീനുണ്ട്. അതാണ് അവർ പറയുന്നത്. അതിനുള്ള കാരണങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണേ. സ്മോളർ സൈസ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, പിന്നെ അവൈലബിലിറ്റി ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ്, സ്യൂട്ടബിൾ എനർജി ഓഫ് ബോണ്ടിങ് വിത്ത് ലിഗാൻസ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് എങ്കിലും പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചുവപ്പ് എഴുതിയ എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കണേ. ശരി, ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് അടുത്തത്. ഓക്കെ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഫിസിക്സിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി 3 തരത്തിലുണ്ട്. ഡയാമാഗ്നറ്റിസം ഉണ്ട്, പാരാമാഗ്നറ്റിസം ഉണ്ട്, പിന്നെ ഫെറോമാഗ്നറ്റിസം ഉണ്ട്. എന്താണ് ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ, ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നത് പെയർഡ് ഇലക്ട്രോൺ പെയർ ചെയ്യുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നതാണ് ഡയാമാഗ്നറ്റിസം. ഓക്കെ, അപ്പോൾ പെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ പ്രസൻസ് കൊണ്ടാണ് ഡയാമാഗ്നറ്റിസം ഉണ്ടാകുന്നത്, അതായത് റിപ്പൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. പിന്നെ പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത് കുറച്ച് അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ കാരണമാണ് ഇത് ഉണ്ടാകുന്നത്, ഇത് പെയർഡ് ആയിട്ടുള്ളതിന്റെ കാരണം. പിന്നെ ഫെറോമാഗ്നറ്റിസം എന്ന് പറയുന്ന എക്സ്ട്രീം ഫോം ഓഫ് പാരാമാഗ്നറ്റിസം ഇല്ലേ, അതായത് അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാകുന്നതിന് അത് അതിന്റെ എക്സ്ട്രീം ഫോം, ഒരുപാട് അൺപെയർഡ് ഇലക്ട്രോൺ ഒക്കെ വന്നു കഴിഞ്ഞാലാണ് ഫെറോമാഗ്നറ്റിസം ഉണ്ടാവുക. പ്രധാനമായിട്ടും ഈ ഒരു ഡയാമാഗ്നറ്റിസവും പാരാമാഗ്നറ്റിസവും പഠിച്ചിരിക്കാം. പിന്നെ സ്പിൻ ഓൺലി ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. ഇത് എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ്. മാഗ്നറ്റിക് മൊമെന്റ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസിനെ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ആ എൻ എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ. ഈ ഒരു മ്യൂ എന്ന് പറഞ്ഞിട്ടാണ് സൂചിപ്പിക്കുക. ഇത് ബോർ മാഗ്നറ്റോൺ ആട്ടോ എൻ്റെ യൂണിറ്റ്. സ്പിൻ ഓൺലി ഫോർമുല, മാഗ്നറ്റിക് മൊമെന്റിന്റെ ഫോർമുലയാണ് ഇത് എഴുതിയിരിക്കുന്നത്. മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് n×n+1, അത് മൊത്തത്തിൽ ഒരു റൂട്ടിൽ ഇട്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ഈ n എന്ന് പറയുന്നത്? അതായത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം, അതിലേക്ക് ഞാൻ വരാം. ആ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻറ്റു നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസിനോട് 2 കൂട്ടിയ സംഭവം, അത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആദ്യം ചെയ്യണം, എന്നിട്ട് അത് ഗുണിച്ചിട്ട് റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതിയാൽ മതി. റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതിയാൽ മതി. ലാസ്റ്റ് ഫൈനൽ ആൻസർ വരെ എത്തിയില്ലെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ആൻസർ വരെങ്കിലും എത്തിയാൽ മതി. ഇനി ആ ഒരു സംഭവം എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. നമുക്കിപ്പോൾ സ്കാൻഡിയത്തിനെ പരിഗണിക്കാം എക്സാമിന് വേണ്ടി. അപ്പോൾ സ്കാൻഡിയം പരിഗണിച്ചു. നേരത്തെ നമുക്കറിയാം സ്കാൻഡിയം എന്ന് പറയുന്നത് സ്കൂട്ടി വിക്രം തുടക്കത്തിലുള്ള സ്കാൻഡിയാണ്. അപ്പോൾ 21 ആണ്. ഓക്കെ, സ്കാൻഡിയം എടുത്തു. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു 2+ഓ 3+ഓ അങ്ങനത്തെ സംഭവം കൊടുത്തിട്ടുണ്ടാവും. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. 2+ എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ അതിനർത്ഥം 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതിനർത്ഥം എന്താ? നെഗറ്റീവ് ചാർജ് വരുന്ന ഇലക്ട്രോൺ ആണ്. അപ്പോൾ 2 പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺ പറന്നുപോയി. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്തായിരിക്കണം? 2 ഇലക്ട്രോൺ കുറച്ച് കൊടുക്കണം. 21 ഇലക്ട്രോൺസ് ആണ് ഇതിനുള്ളത് എന്നാണ് നമുക്ക് അറിയുന്നത്. ആറ്റോമിക് നമ്പർ ഇലക്ട്രോണിൻ്റെ നമ്പറാണല്ലോ. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ മതി. അപ്പം ഇത് ഞാൻ എഴുതുകയാണ്. ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി വെക്കാം. നമ്മൾ സാധാരണ എഴുതാറുള്ള പോലെ തന്നെ എഴുതാം. 4s2 3d1 അല്ലേ? കാരണം അങ്ങനെയാണ് നമ്മൾ പഠിച്ചേ. ഈ ഒരു 2 1 അതുപോലെ അങ്ങനെ എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി 2+ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഇലക്ട്രോൺ ഇതൊന്ന് പറത്തി കളയണം. പക്ഷേ എവിടുന്ന് പറത്തണം എന്ന് ഒരു സംശയം ഇനി ഉണ്ടാകരുത്. അത് ആദ്യം പറത്തുന്നത് ഇവിടുന്ന് ആയിരിക്കണം, എസ് എന്നായിരിക്കണം ആദ്യത്തെ പറത്തുന്നത്. എപ്പോൾ പറത്തുന്നുണ്ടെങ്കിലും ആദ്യം എസ് എന്നായിരിക്കണം അതിനെ പോക്കി വിടണ്ടേ. ഓക്കെ, അപ്പോൾ 2 ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര എണ്ണം ഉണ്ടാവും? 1 ഇലക്ട്രോൺ ഉണ്ടാവും. അത് ഇവിടുത്തെയാണ്. അങ്ങനെ നമ്മൾ എടുക്കേണ്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത പഠിക്കേണ്ടത് ഇത് ബോക്സ് ആയിട്ട് എങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഈ 2 കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി വെക്കുക. നമ്മൾ പഠിക്കുന്നത് ഡി സബ്ഷെല്ലിനെ പറ്റിയാണ്. ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റൽ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പഠിക്കുക. 5 ഓർബിറ്റൽ ഉണ്ട്. ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ വീതം താമസിക്കാൻ പറ്റും, കയറാൻ പറ്റും. അപ്പോൾ 10 ഇലക്ട്രോൺസ് ടോട്ടൽ അതിന് പിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഡിയിൽ ഏത് ഡിയിലാണെങ്കിലും 5 ഓർബിറ്റൽസ് ഉണ്ട്. അതിൽ 10 ഇലക്ട്രോൺ ടോട്ടൽ നിറയാൻ കഴിയും, 1-ൽ 2 വെച്ചിട്ട്. ഇനി അതെങ്ങനെ വരയ്ക്കാനും കാണിച്ചു തരാം. നമ്മൾ സിമ്പിളായിട്ടൊരു ചതുരം വരയ്ക്കുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ഡി സബ്ഷെല്ലിനെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്ന സാധനം. പിന്നെ ഇതിൽ ഞാൻ 5 ഇങ്ങനെ കമ്പാർട്ട് ചെയ്യുക, എന്താ പറയുക, അങ്ങനെ പാർട്ടീഷൻ ചെയ്യുക. 5 ഓർബിറ്റൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഈ വരച്ചിരിക്കുന്നത്.
ഇനി ഓരോ ഓർബിറ്റൽസിലും 2 ഇലക്ട്രോൺ നിറയും. നമുക്കിപ്പോൾ ഇവിടെ നിറയ്ക്കാനുള്ള 1 ഇലക്ട്രോണാണ്. അപ്പോൾ ആ 1 ഇലക്ട്രോൺ ഞാൻ നിറയ്ക്കട്ടെ. എവിടെയാണ് നിറയ്ക്കേണ്ടത്? ഫസ്റ്റ് തന്നെ നിറച്ചോ, ഒരു കുഴപ്പമില്ല. യെസ്, ഇതിപ്പോൾ 1 ഇലക്ട്രോണി നമുക്ക് നിറയ്ക്കാനുള്ളതുകൊണ്ടാണ്. കുറേ എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി പോയിരുന്നു. ഒന്നിൻ്റെ എക്സാമ്പിൾ എടുക്കാം, തൽക്കാലം പോകുന്നു. അപ്പോൾ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? പെയർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൽ തന്നെ 2 എണ്ണം ഉണ്ടെങ്കിൽ അത് പെയർ ആവുള്ളൂ. ഇവിടെ ഇതിപ്പോൾ പെയർ ആയിട്ടാണ് നിൽക്കുന്നത്? അല്ല, ഒരെണ്ണം അൺപെയർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നേരത്തെ ഫോർമുലയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ n×n+2 എന്നാണ്. n എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടി 1 ആണ്. എന്നിൻ്റെ വാല്യൂ 1 ആണ്. അത് എഴുതി വെച്ചോ. n = ഇവിടെ കിട്ടിയത് 1 ആണ്. 1 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് ഇവിടെ ഞാൻ എഴുതി കാണിച്ചു തരാം. വെയിറ്റ്, സോറി, നേരത്തെ ഒരു 5 പെട്ടി കണ്ടില്ലായിരുന്നു അല്ലേ? ഓക്കെ, 5 പെട്ടി വരയ്ക്കുക, അതിൽ ഒരെണ്ണം മാത്രം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1. മ്യൂ എന്ന് പറയുന്ന ബോർ മാഗ്നറ്റ് ആ സ്പിൻ ഓൺലി മാഗ്നറ്റ് മൊമെന്റിന്റെ ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. n×n+2 റൂട്ടിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇനി അത് എഴുതുകയാണ്. ഞാൻ വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ വരും. n എന്ന് പറയുന്നത് 1 ആണ്. 1 പ്ലസ് പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു 2. എന്നിനെല്ലാം 1 കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്താ? റൂട്ട് ഓഫ് 1+2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 1×3, 1 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 3, അതായത് 1×3 തന്നെ, അതായത് √3. അങ്ങോട്ട് കാണുന്നില്ലേ? ഓക്കെ, അങ്ങോട്ട് കാണുന്നുണ്ട്. ഓക്കെ, √3 ആണ് ഇതിൻ്റെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് കണ്ടുപിടിയുള്ളത്. അപ്പോൾ സ്കാൻഡ് ചെയ്തുകൊണ്ട് ഇത് ഒന്നുള്ളതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു. ഇനിയുള്ളതിൽ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു എക്സാമ്പിളായിട്ട് അവിടെ എഴുതി വെക്കുക. നെക്സ്റ്റ് എക്സാമ്പിൾ ടൈറ്റാനിയം 2+ എടുക്കാം. ഓക്കെ, അപ്പോൾ ടൈറ്റാനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അയ്യോ അതൊക്കെ സ്മോളിൽ ഇടാൻ പാടില്ല. ഇങ്ങനത്തെ സംഭവമൊക്കെ ആദ്യത്തെ ക്യാപിറ്റലിൽ തന്നെ ഇടണം. ഓക്കെ, ടൈറ്റാനിയം അതൊരു 2+ എന്ന് ഞാൻ പറഞ്ഞു. 2 ഇലക്ട്രോൺ പറന്നുപോയി. ഓക്കെ, അപ്പോൾ ടൈറ്റാനിയം എന്താ? സ്കാൻഡിയം ടൈറ്റാനിയം അങ്ങനെ വരുന്നത്. സ്കൂട്ടി വിക്രമനെ നോക്കി കഴിഞ്ഞാൽ സ്കാൻഡിയം കഴിഞ്ഞാൽ ടൈറ്റാനിയം വരുന്നത്. അപ്പോൾ 22 ആണ് എന്ന് ഓർമ്മ ഉണ്ടാകണം. യെസ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് എഴുതാൻ കഴിയും. ഇതെന്തായിരിക്കും? കളർ ഒന്ന് മാറ്റട്ടെ. യെസ്, 4s2 3d2 അല്ലേ? അതെ, അതിലൊരു സംശയമില്ല. എന്നിട്ട് ഇലക്ട്രോൺസ് 2+ പറന്നു എന്ന് ഞാൻ പറഞ്ഞു. എവിടുന്ന പറക്കുക? ഇവിടുന്നോ? എപ്പോഴും എസ് എന്ന് വേണം ആദ്യം പറത്താൻ. അപ്പോൾ 2 എണ്ണം ഇവിടുന്ന് പോകും. 2 എണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായി ബാക്കി ഉണ്ടാവുക? ഈ ഒരു 3d2ലുള്ള ആ 2 എണ്ണം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഇത്തരത്തിൽ ബോക്സ് വരച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ ഇവിടെ നിറക്കണം. നേരത്തെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ 1 ഇലക്ട്രോണാണ് ഇവിടെ നിറച്ചത്. അതുപോലെ ഈ 2 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് നിറക്കണം. അപ്പോൾ 1 ഇവിടെ ഇടും. അപ്പോൾ എല്ലാവരും അടുത്ത് നിന്നൊരു അബദ്ധം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സൂം ആക്കട്ടെ. ഒരെണ്ണം ഇവിടെ ഇടും. ഓക്കെ, എന്നിട്ട് അടുത്തത് അതിൻ്റെ മേലെ തന്നെ ഇടും. ഓക്കെ, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ 5 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ചു. 5 എണ്ണം 1 2 3 4 5 6 അങ്ങനെ ഇങ്ങനെ പോരുത്. ഒന്നിടുക, അടുത്തത് അടുത്തേലിടുക. ഓക്കെ, 6 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ പോകും. 1 2 3 4 5 എന്നിട്ടേ ഇങ്ങോട്ട് വരാവും. എന്നാലേ പേരിങ് നടക്കുള്ളൂ. ആദ്യം തന്നെ പേരിങ് നടക്കില്ല. 100 റൂൾ എന്നൊക്കെ ഞാൻ പറയാം. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ n വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. 2 ആയിരിക്കും അല്ലേ? n = n = 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി ബോർ മാഗ്നറ്റിന് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മ്യൂ = മറ്റേ ഇക്വേഷൻ പ്രകാരം എന്തായിരിക്കും? n×n+2 എന്ന് വെച്ചാൽ = √2 2+2 എന്ന് വെച്ചാൽ 2 ഓൾറെഡി അവിടെ ഉണ്ട്. 2+2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 2 × 4 അതായത് √8. ഓക്കെ, √8ൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് ഒരു വാല്യൂ കിട്ടുമല്ലോ. അത് എഴുതുകയാണെങ്കിൽ എഴുതിക്കോ, എഴുതാൻ തോന്നുകയാണെങ്കിൽ എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. √8 വരെ നിർത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, അതൊന്നും കാണുന്നില്ലായിരുന്നു അല്ലേ? സംഭവം ഇതാ, ഞാൻ ക്ലിയർ ആക്കി എഴുതാം. √2 and 2+2 = 2 × 4 √8. വാല്യൂ എഴുതാൻ കഴിയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, രണ്ടും ശരിയാണ്. ഓക്കെ, സംഭവം നോട്ട് കിട്ടുമ്പോൾ അന്ന് സൂം ആക്കിയിട്ട് റെഫർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോവാം. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്യാം. അതെന്ന് പറയുന്നത് ഓക്കെ, ഫെറസ് 2+ എടുക്കാം. യെസ്, ഫെറസ് 2+. ഓക്കെ, അപ്പോൾ എപ്പോഴും 2+ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. 3+ എന്നാൽ ഇത് 3 എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു എക്സാമ്പിൾ ആവട്ടെ. അപ്പോൾ ഫെറസ് എത്രയാന്ന് വരാം? സ്കൂട്ടി വി ക്രാമൻ ഫെ. അപ്പോൾ 26. അപ്പോൾ 26 എന്ന് ഞാൻ എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? 4s2 3d6 വരും. ഓക്കെ, അതിലും സംശയമില്ല. 3+ ആണേ പോയ 3+. അപ്പോൾ 2 എണ്ണം ഇവിടുന്ന് പോകും നമ്മൾ പറഞ്ഞു അല്ലേ? 2 എണ്ണം ഇവിടുന്ന് പോകും. ഓക്കെ, പക്ഷെ ആദ്യം പോയി കഴിഞ്ഞാൽ പിന്നെയും കൂടി ഒന്നുകൂടി പോകാൻ സ്ഥലമുണ്ടോ? ഇല്ല. അപ്പോൾ അതിനെന്താകും? അതിന് തൊട്ടടുത്തുള്ള സാധനം പോകും. അതേ നിവർത്തിയുള്ളൂ. ആദ്യത്തെ 2 എണ്ണം പോയി. ഓക്കെ, 2 എണ്ണം പോയി. 3 എണ്ണം പോകണം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരെണ്ണം കൂടി പോയി. ഒറ്റൊരെണ്ണം. ഇവിടുത്തെ 2 എണ്ണം പോയി. ശരി, അപ്പോൾ ഇവിടെ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 5 എണ്ണമാണ് ഇനി ബാക്കി ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇനി ആ ഡയഗ്രാം ഒക്കെ വരയ്ക്കാം. ഒരു പെട്ടി ഉണ്ടല്ലോ.
ഓക്കെ, അപ്പം 5 എണ്ണമാണ് നമുക്ക് നിറക്കേണ്ടത്. 5 പെട്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ നിറയ്ക്കുകയാണേ. 1 2 3 4 5 6 ആയിരുന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരെണ്ണം ഇവിടെ അധികം നിറയും. അപ്പോൾ ഇവിടെ 5 ആയ സ്ഥിതിക്ക് 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ എൻ വാല്യൂ എന്ന് പറയുന്നത് തന്നെ 5 ആണ്. അങ്ങനെയാണെങ്കിൽ ബോർ മാഗ്നറ്റും വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനേ ഉള്ളൂ. റൂട്ട് ഓഫ് ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല. നമുക്കറിയാം n × n+1 ആണ്. അപ്പോൾ 5 × 5+2 എന്ന് പറയുന്നത് 5+2 ആട്ടോ, n+2 ആട്ടോ. അപ്പോൾ 5+2 എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ 5 7 37. അപ്പോൾ √35 എന്നുള്ളതായിരിക്കും. 5 7 35 എന്നുള്ളതായിരിക്കും ഉത്തരം. അപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്യുക 5.9 സംതിങ് എന്തോ വരും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക്. ഇനി വിചാരിച്ചോ ഈ ഒരു സ്ഥലത്ത് 6 എണ്ണം ആയിരുന്നു നടക്കേണ്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ 1 2 3 4 5 6ാമത്തെ ഇവിടെ തന്നെ നിറയും. ഓക്കെ, അപ്പോൾ ഇത് പെയറായി. ഇത് ഇനി അൺപെയ്ഡിൽ കൂട്ടാൻ കഴിയില്ല. ഇനി അൺപെയ്ഡ് എത്ര ഉണ്ട്? 4. അങ്ങനെയാണെങ്കിൽ 5ന് പകരം 4 വെച്ച് കൂട്ടണമായിരുന്നു. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ചാൽ ഷുവർ ആയിട്ട് ഇത് വരുന്നൊരു സംഭവം, ഉറപ്പായിട്ടും ഇത് വരും. ഇത് A+ മാർക്കിന് പഠിപ്പിക്കുന്ന ഒരു സംഭവം. പക്ഷേ ഇത് ഉറപ്പായും വരും. അതുകൊണ്ട് മാത്രം ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, യെസ്. ഇനി പറഞ്ഞ പോലെ മാഗ്നറ്റിക് മൂവ്മെന്റ് പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചാ ഒരു കളേർഡ് കോമ്പൗണ്ടിലേക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലേക്കൊന്ന് തിരിച്ചു വരാം. എന്താണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്? കളേർഡ് കോമ്പൗണ്ടിൽ എങ്ങനെയാണ് കളർ ഉണ്ട്, എങ്ങനെയാണ് കളർ ഇല്ല എന്ന് പറയാൻ കഴിയും. ഇപ്പോൾ ഇതിൽ കുറച്ച് സംഭവം തരിക. ടൈറ്റാനിയം 3+, അത് കളർ ഉണ്ടോ കളർ ഇല്ല എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? വെറുതെ എഴുതി നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അത് എഴുതി നോക്കുക. അപ്പോൾ ടൈറ്റാനിയം എന്തായാലും പറഞ്ഞ് 2+ഓ 3+ഓ 3+ ആണ് പറയുന്നത്. ഓക്കെ, 3+. ഇതിൻ്റെ അവസ്ഥ എന്താ? സ്കൂട്ടി. അപ്പോൾ 22. അപ്പോൾ 4s2 3d2 അല്ലേ? 3+ ആണ് ഇവിടുന്ന് പോയേ. അപ്പോൾ 3 എണ്ണം പറന്നുപോയി. 2 എണ്ണം ഇവിടുന്ന് ആദ്യം പോയി, 1 എണ്ണം ഇവിടുന്ന് കൂടി പോയി. അപ്പോൾ എത്ര എണ്ണം ആകെ പോയി? 3 എണ്ണം പോയി. അല്ലേ? അപ്പോൾ ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? ഒറ്റ എണ്ണേ ബാക്കിയുള്ളൂ. ഓക്കെ, 2 എണ്ണം ഇവിടുന്ന് പോയി, 1 എണ്ണം ഇവിടുന്ന് പോയി, 3 എണ്ണമായി. ഇനി ഒറ്റ എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ റിമൈനിങ് എന്ന് പറയുന്നത് 2 എണ്ണം അല്ല 1 എണ്ണം റിമൈനിങ്. ആ ഒരു റിമൈനിങ് ഉള്ളതുകൊണ്ട് അതെന്തായി? അതിന് കളർ കിട്ടി. എങ്ങനെ കളർ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൺപെയ്ഡ് ആണ്. അത് നേരത്തെ നമ്മൾ വരച്ച പോലത്തെ ഒരു പെട്ടി വരച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 5 എണ്ണം വരയ്ക്കും. 1 2 3 4 5. അതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ 1 എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അൺപെയ്ഡ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഒരെണ്ണമാണല്ലോ. 2 എണ്ണമെങ്കിലും 2 എണ്ണമല്ല, മിനിമം 5 എണ്ണം കഴിഞ്ഞിട്ട് ഒരെണ്ണോടി വരുമ്പോഴാണ് അതെന്താവുക? പെയ്ഡ് ആവുക. അപ്പോൾ ഇതങ്ങനത്തെ അവസ്ഥ അല്ലല്ലോ ഉള്ളത്. അതുകൊണ്ട് ഇത് അൺപെയ്ഡ് ആണ്. അൺപെയ്ഡ് എവിടെ വന്നു കഴിഞ്ഞാലും അതെന്തായിരിക്കും? കളർ ഉള്ളതായിരിക്കും. ഓക്കെ, പെയ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരെണ്ണം പോലും അൺപെയ്ഡ് ആയിട്ട് ഇല്ലെങ്കിൽ മാത്രം അതെന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടൈറ്റാനിയം പർപ്പിളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ല കേട്ടോ ഞാൻ പർപ്പിൾ വരച്ച്. അതെങ്ങനെ വന്നു ഇതാ. ഇപ്പോൾ അങ്ങനെ പഠിക്കണമെന്നില്ല. കളർ ഉണ്ടോ കളറില്ലേ അതെങ്കിലും പഠിച്ചാൽ മതി. ഇപ്പോൾ സ്കാൻഡിയം 3+ നോക്കുകയാണെങ്കിൽ സ്കാൻഡിയം 21 ആയിരുന്നു. ഓക്കെ, 21 ആദ്യത്തെ 4s 2 പോയി, 1 പോയി. അപ്പോൾ അൺപെയ്ഡ് ആയിട്ടൊന്നുമില്ല. ടൈറ്റാനിയം 4+, 2 പോയിരുന്നു, 4 പോയി, ഒന്നുമില്ല. സിങ്ക് 2+, സിങ്ക് എന്ന് പറയുന്ന ലാസ്റ്റ് 4s 2 പോയി, അപ്പുറത്ത് 10 ഉണ്ട്. 10 പോയി എന്നല്ല പറയുന്നത്, 10 ഉണ്ട്. പക്ഷേ അത് അൺപെയ്ഡ് ഒന്നുമില്ല. കാരണം എല്ലാം പെയർ നിന്ന് കഴിഞ്ഞാൽ കളർലെസ് ആണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെല്ലാം അൺപെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനങ്ങനത്തെ കളറിൻ്റെ വ്യത്യാസം വരാൻ കാരണം. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് അങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ അത് ഏതിന് കളർ ഉണ്ടാവും ഏതിന് കളർ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. 1 വേർഡ് വന്നു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി തന്നെയാണ്. പ്രോപ്പർട്ടി കഴിഞ്ഞില്ല കേട്ടോ. അലോയ് ഫോർമേഷൻ എന്ന് പറയുന്നത് അറിയാലോ, ലോഹ സങ്കരം. എന്ന് വെച്ചാൽ ഡ്യൂ ടു സിമിലർ റേഡി ദേ ഫോം അലോയ്സ് വെരി ഈസിലി. അലോയ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ നമുക്കറിയാലോ, നമുക്ക് കിട്ടുന്ന 24 ക്യാരറ്റ് ഗോൾഡ് ഒന്നുമല്ല. ആഭരണമായിട്ട് കിട്ടുന്നത് ഗോൾഡിൻ്റെ കൂടെ കുറച്ച് കോപ്പർ ചേർക്കും. അത് സ്ട്രോങ്നെസ് കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. പിന്നെ ഈ ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പർ സിങ്കും ചേർത്ത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്ന ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് ചേർത്ത സംഭവം. അപ്പോൾ അതാണ് അലോയ് ഫോർമേഷൻ. അപ്പോൾ അത് പഠിച്ചു വെക്കുക. പ്രധാനപ്പെട്ട കാരണം സിമിലർ റേഡിയാണ് അതിനുള്ള കാരണം. പിന്നെ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട് ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോളിഡ്സ് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അത് പഠിക്കുകയായിരുന്നെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു പെട്ടി ആലോചിക്കുക. അതിൻ്റെ ഉള്ളിൽ കുറേ മോളിക്യൂൾസ് ഉണ്ട്. ഞാൻ പോയോ? ഇല്ല, മോളിക്യൂൾസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ മോളിക്യൂൾസ് ഇങ്ങനെ തിങ്ങി ഞെരിഞ്ഞ് നിൽക്കുകയായിരുന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സ്ഥലം ഉണ്ടല്ലോ. ആ സ്ഥലത്ത് എന്തെങ്കിലും ഒരു ചെറിയ ആറ്റംസ് ട്രാപ്പായി പോയി എന്ന് വിചാരിച്ചോ. ചെറിയ ആറ്റംസ് അതിൻ്റെ ഇടയിൽ ട്രാപ്പായി പോയി കഴിഞ്ഞാൽ അതാണ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്. ഇവിടെ അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ദേ ഫോംഡ് വെൻ സ്മോളർ ആറ്റംസ് ലൈക്ക് ഹൈഡ്രജൻ, കാർബൺ, ബോറോൺ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ട്രാപ്പായി പോകുമ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയും അതിൻ്റെ ഇടയ്ക്ക്. അതാണ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സിൻ്റെ ഫോർമേഷൻ. ഒന്ന് നോക്കി വെച്ച് പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് എല്ലാം കഴിഞ്ഞു. പ്രോപ്പർട്ടീസ് എല്ലാം എന്താ പറയുക? ജനറൽ പ്രോപ്പർട്ടീസ് തന്നെ. അതന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് നന്നായിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, ഇനി അടുത്തതിലേക്ക് വരാം. അടുത്തെന്ന് പറയുന്നത് സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ്.
പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ട്രാൻസിഷൻ എലമെന്റ് വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. ഇത് ഭയങ്കര ശക്തിശാലിയായിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ അതിലേക്കൊക്കെ വരാം. പക്ഷേ ഇതിന്റെ ഒരു ഉണ്ടാക്കൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഉറപ്പായും വരും. പഠിച്ചാൽ നിങ്ങൾ റിഗ്രറ്റ് അടിക്കില്ല, കാരണം അത് ഉറപ്പായും വന്നിട്ടുണ്ടാവും. പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു നമ്പർ പഠിച്ചിട്ടില്ലെങ്കിലും ചിലതിൻ്റെ മേലെ ഇങ്ങനത്തെ നമ്പർ ഇല്ലെങ്കിലും എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് അവരുടെ പ്രോപ്പർട്ടീസിലാണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് വരികയാണെങ്കിൽ ഇതിൻ്റെ ആക്ഷൻ ഓഫ് ഹീറ്റിൽ ഇങ്ങനെ സംഭവിക്കും എന്നൊന്നും പഠിക്കണം എന്നില്ല. ഓക്കെ, അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, സ്ട്രക്ചർ, അത് നന്നായിട്ട് പഠിക്കണം. 2 സംഭവമുണ്ട്, ഡൈക്രോമേറ്റ് അയോണും ഉണ്ട്, പിന്നെ ക്രോമേറ്റ് അയോണും ഉണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ സ്ട്രക്ചറാണ്. അപ്പോൾ ഡൈക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ നോക്കി കഴിയുകയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല പക്ഷി പറക്കുന്ന പോലത്തെ സ്ട്രക്ചറാണ്. ഓരോ ഓക്സിജനും ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഒരെണ്ണം ഒരു ക്രോമിയം ഇങ്ങോട്ടുണ്ടാവും, ഒരു ക്രോമിയം ഇങ്ങോട്ടുണ്ടാവും, പിന്നെ 3 ഓക്സിജൻ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഞാൻ വൃത്തിയിലാക്കി തരാം കേട്ടോ. ഓക്കെ, വൃത്തിക്ക് കുഴപ്പമുണ്ടെന്നും പറയരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ഥിതി. ഇത് ഓറഞ്ച് കളറിലായിരിക്കും, അത് പഠിച്ചു വെക്കുക. ഇതെപ്പോഴും ഓറഞ്ച് കളറിലായിരിക്കും ഡൈക്രോമേറ്റ് അയൺ. അതേസമയം ക്രോമേറ്റ് അയൺ എന്ന് പറയുന്നത് യെല്ലോ കളറിലായിരിക്കും. അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഷേപ്പ് ടെട്രാഹൈഡൽ ഷേപ്പ് ആയിരിക്കും. ഒരു ക്രോമിയം ഉണ്ടാവും, പിന്നെ ഒരു ഓക്സിജൻ മേലോട്ടുണ്ടാവും, പിന്നെ 3 എണ്ണം ഇങ്ങനെ ആണ് വരയ്ക്കുക. പക്ഷേ ഇത് 3 ഡയമെൻഷനിലെ ടെട്രാഹൈഡൽ എന്ന് പറഞ്ഞൊരു ഷേപ്പാണ്. 2 എണ്ണം പുറത്തേക്ക് വരണം, അങ്ങോട്ടൊക്കെയാണ്. ഓക്കെ, ഇങ്ങനെയെങ്കിലും പഠിച്ചു വെക്കുക. അതിൻ്റെ കളറ് പഠിച്ചു വെക്കുക, മച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം അത്. ശരി, ഇതവിടെ എൻ്റെ നല്ല സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഡിഗ്രി ഒന്നും പഠിക്കണ്ട കേട്ടോ. സ്ട്രക്ചർ ഓഫ് ഡൈക്രോമേറ്റ് അയോൺ എന്ന് പറയുന്നത് ഇതാണ്. കളറ് പഠിക്കുക, കളറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മഞ്ഞ, ഓറഞ്ച്. ശരി, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ യൂസസ് നോക്കാം. യൂസസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് ഇത് ഒരു വോളിയോമെട്രിക് അനാലിസിസിൽ ടൈട്രേഷൻ നമ്മൾ +2 ഇതിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ സംഭവമുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫി ആൻഡ് ജെലാറ്റിനൊക്കെ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതിൽ കൊടുത്തിട്ടില്ല, അത് ഞാനിപ്പോൾ എഴുതി ചേർക്കാം. യെസ്, ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും എഴുതാൻ കഴിയണമല്ലോ. ഓക്കെ, അടുത്ത പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7. ഇതിപ്പോൾ KMnO4 എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. അപ്പോൾ അതിനും ഉണ്ട് ഇങ്ങനത്തെ പ്രിപ്പറേഷനൊക്കെ. പക്ഷേ അത് കുറച്ചുകൂടി എളുപ്പമാണ് പഠിക്കാൻ കഴിയുമെങ്കിൽ, എപ്പോഴും പറയുന്ന പോലെ നല്ലത്. പിന്നെ പ്രോപ്പർട്ടീസിലേക്ക് വരികയാണെങ്കിൽ ആക്ഷൻ ഓഫ് ഹീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചർ പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ കളർ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കളർ കണ്ടിട്ട് ദയവ് തെറ്റിദ്ധരിക്കരുത്. ഇത് ബ്ലാക്ക് സ്ലൈഡ് ഇൻവേർട്ട് ചെയ്തപ്പോൾ തലതിരിഞ്ഞ് പോയതാണ്. ഇതാണ് ഗ്രീന്. ഓക്കെ, ഇത് ഗ്രീന്, അത് ഞാൻ മാറ്റിക്കോളാം. ഇത് ഗ്രീന്, പിന്നെ ഇത് പർപ്പിൾ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. യെസ്, അത് പഠിച്ചു വെക്കുക. അതിൻ്റെ കളർ മിനിമം പഠിച്ചു വെക്കുക. ഓക്കെ, ഒന്ന് പൊട്ടാസ്യം മാംഗനേറ്റും ഒന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റും ആണ്. ഓക്കെ, മാംഗനേറ്റ് ആണ്, പെർമാംഗനേറ്റ് ആണ്. ഇതിൻ്റെ യൂസസ് നോക്കി കഴിഞ്ഞാൽ യൂസ്ലെസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, അത് അവിടെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ട്. പിന്നെ ഡിസിൻഫെക്റ്റൻ്റ്, അതായത് കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വോളിയോമെട്രിക് അനാലിസിസിൽ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലീച്ചിങ് ഓഫ് വൂള്, അങ്ങനത്തെ പല കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. രണ്ടിൻ്റെ അപ്പുറത്തേൻ്റെ ഇപ്പുറത്തേൻ്റെ അഡ്വാൻറ്റേജസ്, അതായത് യൂസസ് ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്താണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഓർ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. നമ്മൾ നേരത്തെ ഈ ഒരു പീരിയോഡിക് ടേബിൾ നോക്കി കഴിഞ്ഞാൽ 2 എണ്ണം താഴെ ഇങ്ങനെ നിരത്തി നിൽക്കുന്നത് കാണാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിന് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നാണ് പറയുക. ഈ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടു, എസ്സിൽ എൻ്റർ ചെയ്യുന്ന ഒരെണ്ണത്തിന് കണ്ടു, ഡിയിൽ എൻ്റർ ചെയ്യുന്ന ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞു, എഫിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നതാണ് എന്ത് പറയുക, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ താഴെ അങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതെല്ലാത്തിനും ഇതിപ്പോൾ ഓരോ എലമെൻറ്റ്സിനും ഓരോ പൊസിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ എല്ലാ എലമെൻറ്റ്സും ഈ ഒറ്റ പൊസിഷനിൽ നിൽക്കാൻ ഒരേപോലെ യോഗ്യതയുള്ളവരാണ്. ഇതില്ല ഇതിൻ്റെ മേലെ ഇത്, കാരണം എല്ലാവർക്കും ഒരേ ഒരു ഇതാണ്, അത് അവിടെ തന്നെ നിൽക്കാൻ യോഗ്യരാണ് അവർ. പക്ഷേ അത് എല്ലാം കൂടെ അതിൻ്റെ മേലെ വെച്ചിട്ട് ലാന്തനും അതിൻ്റെ മേലെ വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ലോ അതിൻ്റെ ബാക്കിൽ ആരൊക്കെ ഉണ്ടെന്ന്, വേറെ എവിടെ ഇതിനെ വെക്കാനും കഴിയില്ല. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം എടുത്ത് താഴെ വെച്ച് ഒന്ന് ഇങ്ങനെ പരത്തി നിരത്തിയിട്ടു നമുക്ക് കാണാൻ വേണ്ടി. അതേപോലെ താഴെ ഇത് കണ്ടോ, ഈ പച്ച നിറത്തിൽ കൊടുത്ത സംഭവമെല്ലാം ഇവിടെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ആക്ടിനത്തിൻ്റെ മേലെ. അപ്പോൾ ആക്ടിനത്തിൻ്റെ താഴെയുള്ളവരെല്ലാവരെയും വെച്ചിട്ട് ഇവിടെ നിന്ന് അടുക്കി വെച്ചു നമുക്കൊന്ന് കാണാൻ വേണ്ടി. അതാണ് എഫ് ബ്ലോക്ക്. അത് വേറെ തന്നെ ഒരു ബ്ലോക്കായിട്ട് എഫ് ബ്ലോക്കായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ശരി, ഇനി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നർ ട്രാൻസ്ലേഷൻ എലമെൻറ്റ്സ് ഒക്കെ പറയാം. കാരണം ഡീനേക്കാളും തൊട്ട് ബാക്കിലുള്ള ഷെല്ല്, എഫിലേക്കാണ് ഉള്ളിലുള്ള ഷെല്ലാണ് കയറുന്നത്. അതുകൊണ്ട് ഇന്നർ ട്രാൻസ്ലേഷൻ എലമെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അത് തന്നെ
2 സീരീസുള്ള നമ്മളിപ്പോൾ 3D സീരീസ് 4D സീരീസ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ 2 ഉണ്ട്. ഒന്ന് ഇത് ലാന്തനല്ലേ ഇതിൻ്റെ തുടക്കത്തിൽ, അതുകൊണ്ട് ഇതിനെ ലാന്തനോയിഡ്സ് എന്ന് പറയുന്നു, ലാന്തനോയിഡ്സ്. പിന്നെ ഇത് ആക്റ്റിൻ ആയതുകൊണ്ട് ഇത് ആക്റ്റിനോയിഡ്സ് എന്ന് പറയുന്നു. ഓക്കെ, ലാന്തനൈഡ്സ് ആൻഡ് ആക്റ്റിനോയിഡ്സ്. ഐഡ്സ് അത് നോക്കണ്ട, അത് ലാന്തന ഉൾപ്പെടെ അങ്ങനത്തെ ഒരു കണക്കുണ്ട്, അതിനെപ്പറ്റി പഠിക്കണ്ട. ലാന്തനോയിഡും ലാന്തനൈഡും ആക്റ്റിനോയിഡും ആക്റ്റിനൈഡും ഒരുമിച്ച് അങ്ങ് പഠിച്ചാൽ മതി. എലമെന്റ്സ് ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് എഫ് ബ്ലോക്ക് ഓർബിറ്റിൽ. അപ്പോൾ അത് കൂടുതൽ പറയാനില്ല, ഒന്ന് വായിച്ചു നോക്കിയാൽ തിരിയാനേ ഉള്ളൂ. പിന്നെ ലാന്തനോയിഡ്സ് അല്ലെ ലാന്തനൈഡ്സ്, ദ സീരീസ് ഇൻവോൾവിംഗ് ദ ഫില്ലിംഗ് ഓഫ് 4f ഓർബിറ്റൽ. നമുക്ക് മനസ്സിലാക്കുക, ഇതിൽ 4f ആണെന്ന് പറയുന്നത്, ഇതിലല്ല, ഇതിൽ 4fലാണെന്ന് പറയുന്നത്, ഇതിലാണെങ്കിലോ 5fലായിരിക്കും പറയുന്നത്. അതാണ് ലാന്തനോയിഡ് ആക്റ്റിനോയിഡും വ്യത്യാസം. 4f ഓർബിറ്റലിലാണ് പറയുന്നത്. പിന്നെ സീറിയം ടു ലുട്ടീഷ്യം വരെയാണ് അത് കാണപ്പെടുന്നത്. ഇതുണ്ടോ, സോറി, ഇത് ലാന്തനം കഴിഞ്ഞിട്ട് സീറിയം ടു ലുട്ടീഷ്യം, മറ്റേത് തോറിയം ടു ലോറൻഷ്യം എന്നാണ് പറയുന്നത്. ഇനി ആക്റ്റിനോയിഡ്സിനെ പറ്റി പറയുന്നുണ്ട്, ഇതാ തോറിയം ടു ലോറൻഷ്യം 5fലാണ് കൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കണം. ലാന്തനോയിഡ് ആണെങ്കിലും ആക്റ്റിനോയിഡ് ആണെങ്കിലും അതിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. അത് ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, പക്ഷേ സീറിയം ടെർബിയം പോലുള്ള ചിലത് +4 കാണിക്കാറുണ്ട്. പക്ഷേ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. അതുപോലെ തന്നെ ആക്റ്റിനോയിഡ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതും +3 ആണ്. പക്ഷെ അത് വൈഡ് വെറൈറ്റി കുറേ സാധനം കാണിക്കും. പിന്നെ ഓൾ ദീസ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണ്. ഇതിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും റേഡിയോ ആക്റ്റീവ് ആണ്. പിന്നെ അതൊന്നും നാച്ചുറലി ഭൂമിയിൽ കാണപ്പെടില്ല, നമ്മൾ മനുഷ്യന്മാർ ഉണ്ടാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. എലമെൻറ്റ്സ് ബിയോണ്ട് യുറേനിയം ആർ മാൻമെയ്ഡ്, കണ്ടില്ലേ? ഓക്കെ, യുറേനിയം മനുഷ്യൻ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, ശരി. കോസസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇത് നല്ല സ്റ്റാർട്ട് ചെയ്യാൻ പറയും, കാരണം ഒരു പരീക്ഷയ്ക്കും ഇത് വിട്ടിട്ടൊരു കാര്യമില്ല. ഓക്കെ, ഇതിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയില്ലേ. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി ഡിക്രീസ് ആറ്റോമിക് റേഡിയോ വിത്ത് ഇൻക്രീസ് ആറ്റോമിക് നമ്പർ ആസ് വി മൂവ് ഫ്രം സീറിയം ടു ലുട്ടീഷ്യം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് സീറിയം ടു ലുട്ടീഷ്യത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആറ്റോമിക് നമ്പർ കൂടി വരുമല്ലോ. അങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ സൈസ് കുറഞ്ഞു വരും. ഇത് വലിയ സൈസ് ആയിരിക്കും, കുറയുന്നു. ഇവിടെ എത്തുമ്പോൾ തീരെ ഇല്ലാണ്ടല്ല, നന്നായിട്ട് കുറയുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ലാന്തനോയിഡ് കോൺട്രാക്ട് ചെയ്യുന്നു, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അതിൻ്റെ കോസസ്, അതിന് കാരണമുണ്ട്. പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഡ്യൂ ടു പുവർ ഷീൽഡിംഗ് എഫക്റ്റ് 4f ഓർബിറ്റൽ ഇലക്ട്രോൺസിൻ്റെ 4fലെ ഇലക്ട്രോണിൻ്റെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിൻ്റെ കാരണം അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാരണം നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്തെങ്കിലും ഒരു റീസൺ ടൈപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എഴുതാൻ കഴിയണം. ഓക്കെ, റെഡിയാണേ? ഓക്കെ, ഷേപ്പ് ഓഫ് എഫ് ഓർബിറ്റൽ ഈസ് വെരി മച്ച് ഡിഫ്യൂസ്ഡ്. അതൊന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. സംഭവം പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 4f ഇലക്ട്രോൺസ് ആണ് ലാന്തനോയിഡ് കോൺട്രാക്ഷന് കാരണം എന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ കോൺസിക്വൻസസ് നോക്കാം. ഡ്യൂ ടു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ സെക്കൻഡ് ആൻഡ് തേർഡ് ഓഫ് ട്രാൻസിഷൻ സീരീസ് എലമെന്റ്സ് ഹാവ് സിമിലർ റേഡി. ഓക്കെ, അതായത് ഈ ഒരു സെക്കൻഡ് തേർഡ് ഉണ്ടല്ലോ, ഇതിനും അതിന് ചെറിയ ആറ്റോമിക് റേഡി സിമിലർ ആണ്. അതുകൊണ്ട് പൊടിക്കൽ കുഴപ്പമില്ല, അരിക്കലിനൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിമിലർ പ്രോപ്പർട്ടീസ് ആണല്ലോ, വേർതിരിച്ചെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതുകൊണ്ട് അത് ഉരുക്കി വേർതിരിക്കാൻ കഴിയില്ല, ആവിയാക്കി വേർതിരിക്കാൻ കഴിയില്ല, അതൊക്കെ ഡിഫിക്കൽട്ട് ആവുന്നു. എന്താണ്? സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. 3 അധികം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് 2 നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. യൂസസ് ഓഫ് ലാന്തനോയിഡ്സിൻ്റെ ഉപയോഗങ്ങൾ. ഒന്നെന്ന് പറയുന്നത് മിസ്റ്റ് മെറ്റൽ. ലാന്തനോയിഡ്സിൻ്റെ ഉപയോഗം പറയുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കണ്ടല്ലോ, അതുപോലെ ആക്റ്റിനോയിഡ് കോൺട്രാക്ഷനും ഉണ്ട്. അവിടെ കൊടുത്തിട്ടില്ലേ? യെസ്, ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിട്ടില്ലേ? ഓക്കെ, ആക്റ്റിനോയിഡ് സീരീസിൽ ആറ്റോമിക് റേഡി ആൻഡ് അയോണിക് റേഡി ഡിക്രീസ് റെഗുലർലി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. സെയിം അതേ സാധനം തന്നെ. ഇത് സൈസ് കുറഞ്ഞു വരുന്നു പറഞ്ഞില്ലേ ലാന്തനോയിഡിൽ, അതുപോലെ ഇവിടെ സൈസ് കുറഞ്ഞു വരുന്നു. അതാണ് ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് എസ് ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കണ്ടല്ലോ, പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 4f ഇലക്ട്രോൺസ് അല്ലേ, അതിന് പകരം പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 5f ഇലക്ട്രോൺസ് ആയിരിക്കും. ഞാൻ എഴുതിത്തരാം. യെസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ആക്റ്റിനോയിഡ് കോൺട്രാക്ഷനും ഈ ഒരു പോയിന്റും പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഉറപ്പായും ചോദിക്കും. അങ്ങനെയാണെങ്കിൽ യൂസസ് ഓഫ് ലാന്തനൈഡ്സിലേക്ക് പോകാം. ഒന്ന് പറയുന്നത് മിസ്റ്റ് മെറ്റലാണ്. മിസ്റ്റ് മെറ്റൽ എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്ന നോക്കാം. ഇത്രയൊന്നും ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. A+ പോലും ഇങ്ങനെ പഠിക്കുന്നില്ല. ഞാൻ നന്നായിട്ട് എഴുതി. യെസ്, ഇങ്ങനെ പഠിച്ചാൽ മതി. 95% ഓഫ് ലാന്തനോയിഡ് മെറ്റൽ. പിന്നെ ഒരു ഫെറസ്, ഇരുമ്പ് 5% ഉണ്ട്. പിന്നെ ട്രേസ് ഓഫ് അലൂമിനിയം. ഒന്നും പഠിച്ചില്ല. 95% ലാന്തനോയിഡ് മെറ്റലും 5% ഇരുമ്പും എന്ന് മാത്രം പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ അതാണ് മിസ്റ്റ് മെറ്റൽ. പിന്നെ ലാന്തനോയിഡ്സ് ആർ എംപ്ലോയ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഇൻ പെട്രോളിയം ക്രാക്കിംഗ്. പെട്രോളിയം ഇൻഡസ്ട്രിയിലൊക്കെ നന്നായിട്ട് ഉപയോഗം വരുന്ന സംഭവമാണ് ലാന്തനോയിഡ് മെറ്റൽസ്. പിന്നെ ഫോസ്ഫറസ് ടെലിവിഷൻ സ്ക്രീൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. Mg അലോയ് കണ്ടെയ്നിങ് മിസ്റ്റ് മെറ്റൽ അല്ലേ, സ്പെല്ലിംഗ് റെഡി ചെയ്ത് തരാം. മിസ്റ്റ് മെറ്റലാണ്, ഒരു C ഉണ്ടെന്നേ.
ഓക്കെ അറിയാലോ. മേക്കിംഗ് ജെറ്റ് എഞ്ചിൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആക്ടിനോയിഡ്സിൻ്റെ ഉപയോഗം കാര്യമായിട്ട് പഠിക്കണമെന്നില്ല. ലാന്ത്രോയിഡ്സിൻ്റെ ഉപയോഗമാണ് ഏറ്റവും മെയിൻ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇത്രയും പോയിന്റുകളാണ് പഠിക്കേണ്ടത്. ഈ ഒരു നോട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കുക. ഈ ചോപ്പ് ഇട്ടത് ഒരു കാരണവശാലും വിടരുത്. ഹൈ സ്കോറിങ് ചാപ്റ്ററാണ്. അപ്പോൾ ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 7 മാർക്കെങ്കിലും മിനിമം കിട്ടും. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ്.